മാനവരാശിക്ക് വാർദ്ധക്യമില്ലാതാകുന്ന കാലം വിദൂരമല്ലെന്ന സൂചനകളാണ് ശാസ്ത്രലോകം പുറത്തുവിട്ടിരിക്കുന്നത്. 100 ദിവസങ്ങൾ കടലിനടിയിൽ ചിലവഴിച്ച 56കാരന് പ്രായം 10 വർഷം പിന്നോട്ടു പോയിരിക്കുന്നു. ശാസ്ത്രജ്ഞനായ ജോസഫ് ഡിറ്റ്യൂരിയാണ് പ്രായത്തെ പിന്നോട്ട് നടത്തി ശാസ്ത്രലോകത്ത് അത്ഭുതം തീർത്തത്. യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഫ്ലോറിഡയിലെ പ്രൊഫസറും മുൻ നാവികസേന ഉദ്യോഗസ്ഥനുമായ ജോസഫ് ഡിറ്റ്യൂരി നാസയുടെ പ്രൊജക്ട് നെപ്റ്റ്യൂൺ 100 എന്ന പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് അറ്റ്ലാന്റിക് കടലിന്റെ 30 അടി താഴ്ചയിൽ പ്രത്യേകമായി സജ്ജീകരിച്ച പേടകത്തിനുള്ളിൽ താമസിച്ചത്. വെള്ളത്തിനടിയിൽ തുടർച്ചയായി ജീവിച്ചാൽ മനുഷ്യ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് കണ്ടെത്തുകയായിരുന്നു പഠനത്തിന്റെ ലക്ഷ്യം. I'm sitting at the porthole, and this is that porthole that I was laying against, and now I'm looking down. തുടർച്ചയായ 100 ദിനങ്ങൾ പൂർത്തിയാക്കി തിരികെ എത്തിയ ഡിറ്റ്യൂരിയിൽ ശാരീരികമായ വ്യത്യാസങ്ങൾ പ്രകടമായിരുന്നു. മെഡിക്കൽ പരിശോധനയിൽ ഡിറ്റ്യൂരിയുടെ തെലോമിയകൾക്ക് 3 മാസം കൊണ്ട് 20% വലിപ്പം വച്ചതായി കണ്ടെത്തി. സാധാരണഗതിയിൽ പ്രായം കൂടുന്തോറും ഇവ ചുരുങ്ങിപ്പോവുകയാണ് ചെയ്യാറ്. കൂടാതെ അദ്ദേഹത്തിന്റെ സ്റ്റെം സെല്ലിന്റെ എണ്ണവും വർദ്ധിച്ചു. ഡിറ്റ്യൂരിയുടെ ഉറക്കത്തിന്റെ നിലവാരം മെച്ചപ്പെട്ടതായും കൊളസ്ട്രോളിന്റെ അളവ് 72 പോയിന്റ് കുറഞ്ഞതായും ഗവേഷകർ കണ്ടെത്തി. വെള്ളത്തിനടിയിലെ മർദ്ദം മൂലമാണ് ഈ മാറ്റങ്ങൾ സംഭവിച്ചതെന്നാണ് ഗവേഷകർ പറയുന്നത്. ഇത് ശരീരത്തിൽ ധാരാളം ഗുണം ചെയ്യുമെന്നും അവർ പറയുന്നു. തന്റെ മെറ്റബോളിസത്തിൽ പോലും കാര്യമായ പുരോഗതി അനുഭവപ്പെട്ടതായി ഡിറ്റ്യൂരി പറയുന്നു. ജോസഫ് ഡിറ്റ്യൂരിയുടെ ആരോഗ്യത്തിലുണ്ടായ മാറ്റവും മനുഷ്യന്റെ പ്രായവും കണക്കിലെടുത്താൽ ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിനുണ്ടായിരുന്ന ശാരീരിക ആരോഗ്യ നിലവാരമാണ് ഇപ്പോൾ അദ്ദേഹത്തിനുള്ളതെന്നാണ് വിലയിരുത്തൽ. പുതിയ പഠനങ്ങൾക്ക് തുടക്കം കുറിച്ചു എന്നതിനൊപ്പം ഒരു ലോക റെക്കോർഡും ജോസഫ് ഡിറ്റ്യൂരി എത്തിപ്പിടിച്ചു. ഏറ്റവും കൂടുതൽ ദിവസം വെള്ളത്തിനടിയിൽ താമസിച്ചു എന്ന റെക്കോർഡാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. 74 ദിവസം എന്ന തന്റെ തന്നെ റെക്കോർഡാണ് ഡിറ്റ്യൂരി മറികടന്നത്. ഡിറ്റ്യൂരിയുടെ ലോക റെക്കോർഡ് മനുഷ്യന്റെ സഹിഷ്ണുത മാത്രമല്ല, മനുഷ്യനിലെ വാർദ്ധക്യ പ്രക്രിയയെ മനസ്സിലാക്കുന്നതിലെ ശാസ്ത്ര പുരോഗതിയുടെ വെളിച്ചമായി കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഗവേഷണം പുരോഗമിക്കുമ്പോൾ പ്രൊജക്ട് നെപ്റ്റ്യൂൺ 100 നിന്ന് ശേഖരിക്കുന്ന ഡാറ്റ തീർച്ചയായും മനുഷ്യന്റെ ദീർഘായുസ്സിന്റെ രഹസ്യങ്ങൾ ചുരുളഴിക്കാൻ സഹായകമായേക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.